ഉള്ളിച്ചാക്കുകൾക്കിടയിൽ വൻ സ്ഫോടക വസ്തുശേഖരം ഒളിപ്പിച്ചു കടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോറി ഉടമയുടെ ഭർത്താവ് കാസർകോട് ഹോസ്ദുർഗ് ചിറ്റാരിക്കൽ സ്വദേശിയും പാലക്കാട് വലിയപറമ്പ് കൽക്കല്ലൂരിൽ താമസിക്കുന്ന TS സജി എന്ന 52 വയസ്സുകാരൻ പള്ളിക്കണ്ടി മുഹമ്മദ് സലീം, ലോറി ഡ്രൈവർ കണ്ണൂർ ചെറുപുഴ ചുണ്ടക്കരിമ്പൻ വീട്ടിൽ 51 വയസ്സുകാരൻ K അനിൽകുമാർ എന്നിവരെയാണ് തിരൂരങ്ങാടി ഇൻസ്പെക്ടർ B പ്രദീപ് കുമാറും സംഘവും പിടികൂടിയത്. സംഭവശേഷം ഒളിവിലായിരുന്ന ഇരുവരെയും കണ്ണൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഉള്ളിച്ചാക്കിന്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു കൊണ്ടുവന്ന നിലയിൽ ലോറി കണ്ടെത്തിയത്. ചമ്മാട് കോഴിക്കോട് റോഡിലെ ഫർഹ ഹോളോബ്രിക്സ് എന്ന സ്ഥാപനത്തിന്റെ ഉള്ളിൽ ലോറി നിർത്തിയിട്ട നിലയിലായിരുന്നു. പോലീസിനെ കണ്ടതോടെ ഇവിടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. സ്ഫോടക വസ്തു കൊണ്ടുവന്ന ലോറിക്ക് പുറമെ ഒരു പിക്കപ്പ് ലോറിയും കാറും ഉണ്ടായിരുന്നു. ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മറ്റു വണ്ടിയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയായിരുന്നു. 35 പെട്ടികളിലായി 10,500 എണ്ണം ഷോക്ക് ട്യൂബുകളും 448 പെട്ടികളിലായി 89,600 സ്റ്റിക്കുകളും ആണ് ഉണ്ടായിരുന്നത്. 133 ചാക്ക് ഉള്ളിയും ഉണ്ടായിരുന്നു. പിടിയിലായ മുഹമ്മദ് സലീമിനെതിരെ വണ്ടർമേട്, ഈരാറ്റുപേട്ട, സുൽത്താൻ ബത്തേരി, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനുകളിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അനിൽകുമാറിനെതിരെ 2 സ്റ്റേഷനുകളിലും കേസുണ്ട്. ലോറി ഉടമയായ വണ്ടൂർ പോരൂർ സ്വദേശിനിയുടെ ഭർത്താവാണ് സജി. ഒന്നിലേറെ ഭാര്യമാരുള്ള ഇയാൾ പലയിടങ്ങളിലും മാറി മാറി താമസിക്കുന്നയാളാണ്. ഇദ്ദേഹമാണ് സ്ഫോടക വസ്തു ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കർണാടകയിലെ ഹുംബ്ലിയിൽ നിന്നാണ് ഇവർ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്നാണ് ഇവർ പോലീസിനോട് നൽകിയ മൊഴി. സലീം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അനിൽകുമാർ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത്. ലോഡ് നിശ്ചിത സ്ഥലത്ത് എത്തിച്ച ശേഷം നിർത്തിയിട്ട് പോകാനാണ് ഇവർക്ക് ലഭിച്ച നിർദ്ദേശമെന്നും പിന്നീട് മറ്റൊരു സംഘം വന്നാണ് ഇവ മാറ്റുന്നതെന്നും പോലീസ് പറഞ്ഞു. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും ഉടനെ പിടിയിലാക്കുമെന്നും CI പറഞ്ഞു. ജലാറ്റിൻ സ്റ്റിക്കും അതുകൂടാതെ 10,500 ഡീറ്റനേറ്ററും പിടിച്ച കേസിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജി എന്നറിയപ്പെടുന്ന മുഹമ്മദ് സലീം പാലക്കാട് ജില്ലയിലുള്ള ഒരു അഡ്രസ്സും അതുകൂടാതെ ആൾക്ക് കാസർഗോഡ് ചിറ്റാരിക്കൽ ഉള്ളൊരു അഡ്രസ്സുണ്ട്. 2 അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ആ ആളെയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അനിൽകുമാർ, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, ആളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സജി എന്ന് പറയുന്ന മുഹമ്മദ് സലീമിന് സമാനമായിട്ടുള്ള 4ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വണ്ടൻമേട്, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ അദ്ദേഹം അബ്സ്കോണ്ടിംഗ് ആയി നടക്കുന്ന ആളാണ്. കൂടാതെ സുൽത്താൻ ബത്തേരി, കൊണ്ടോട്ടി എന്നീ സ്റ്റേഷനിലും ആൾക്കെതിരെ കേസുകളുണ്ട്. മറ്റു പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്. നിലവിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലക്കാട് ഇതുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ പല പ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതുപോലെ കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നുള്ള വിവരത്തിലാണ്. കൂടുതൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലേ കൂടുതൽ വിവരം കിട്ടുകയുള്ളൂ. നിലവിൽ അന്വേഷണത്തിന് കോറികളിലേക്കാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ ഇതുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. അതും കൂടുതൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഹോളോബ്രിക്സ് യൂണിറ്റ് നടത്തിപ്പുകാരനായ കോഴിക്കോട് എറഞ്ഞിമാവ് സ്വദേശിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CIക്ക് പുറമെ SIമാരായ രവി, വിൻസെന്റ് ആലുക്കൽ, ASI MP സുബൈർ, CPO ജിഷോർ, DYSPയുടെ സ്ക്വാഡ് അംഗങ്ങളായ M ബിജോയ്, KB അനീഷ്, M പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.
അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. ദൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.